നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതെ നമ്മൾ ഒരു കൗതുകത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് മയക്കുമരുന്നാണ് എൻ്റെ കൈവശം ഉണ്ട് എന്ന് പറയുന്നത് ഒരു സന്തോഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ വിവരം പോലീസിന് ആരെയും കൊടുക്കുകയും നമ്മളെ പിടിക്കുകയും ചെയ്യുമ്പോൾ നിരപരാധിയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നിരപരാധിയാണെങ്കിൽ എന്ത് വേണോ? എപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അറിവ് കിട്ടുന്നു അപ്പോൾ തന്നെ നമ്മൾ ആരെ അറിയിക്കണം? പോലീസിനെ. ഇപ്പോൾ പോലീസിനെ എല്ലാവർക്കും പെട്ടെന്ന് അറിയിക്കാൻ പറ്റുമോ? പലർക്കും ഇവിടുത്തെ നമ്പർ ഉണ്ടാവില്ല. ഇനി പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വിദേശ രാജ്യത്തൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ മോനിങ്ങനെ അച്ഛൻ്റെ കൂടെ പുറത്തിറങ്ങിയല്ലോ, ഫാദറിൻ്റെ കൂടെ. അപ്പോൾ ആ രീതിയിൽ വിദേശ രാജ്യത്തൊക്കെ എങ്ങനെയാണ് പഠനം വെച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, പോലീസ്, അങ്ങനെ മറ്റ് ഏജൻസികളൊക്കെ എവിടെയാണ് അവരുടെ ഓഫീസ്, അവരോട് എങ്ങനെ പെരുമാറണം, വിവരങ്ങൾ എങ്ങനെ പോലീസിന് കൊടുക്കണം, ഇതിനെക്കുറിച്ചൊക്കെ പല രാജ്യങ്ങളിലും ട്രെയിനിങ് ഉണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ കള്ളന്മാരും പിടിച്ചുപറിക്കാരും പോകുന്ന ഒരു മോശപ്പെട്ട സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ. എങ്ങനെയോ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ മയക്കുമരുന്ന് ഉൾപ്പെടെ ബാക്കി അവർക്കറിയാവുന്ന പല വിവരങ്ങളും ആരോട് പറയുന്നില്ല. രണ്ട് കാരണമാണ്. ഒന്ന്, പോലീസ് അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് ജനങ്ങൾക്കറിയില്ല, പോലീസിനോട് എങ്ങനെ പറയണമെന്ന് ജനങ്ങൾക്കറിയില്ല. അതേപോലെ തന്നെ ആവശ്യം വരുമ്പോൾ മാത്രമല്ലാതെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യക്ഷമതയും പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഒരു നല്ല ബന്ധം, അല്ലാതെ മോശം കാര്യത്തിനല്ല. പോലീസിനെ പരിചയപ്പെട്ടിട്ട് അവിടെ പോയിട്ട് എനിക്ക് പോലീസിനെ കുറിച്ചൊക്കെ അറിയാം, പോലീസൊന്നും ചെയ്യില്ല എന്ന് പറയാനല്ല. പോലീസ് ശക്തമാണ്, പോലീസിനെ വെട്ടിച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അഥവാ അങ്ങനെ വെട്ടിച്ചിട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ലവരായ ജനങ്ങൾ പോലീസുമായി സഹകരിച്ചിട്ട് കുറ്റകൃത്യങ്ങൾ പിടിക്കും എന്നുണ്ടെങ്കിൽ ആരും തന്നെ എന്തിനിറങ്ങൂല? ഈ കാര്യത്തിനിറങ്ങും. അപ്പം അതുകൊണ്ട് ശിക്ഷ കടുത്തതാണ്. വലിയ അളവിൽ മയക്കുമരുന്ന് കൈവശം വെച്ച് ഒരാളെ ഒരു തവണ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ രണ്ടാം തവണ തൂക്കിക്കൊല്ലണമെന്നാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് ആക്ടിൽ പറയുന്നത്. ഇപ്പം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള അതിശക്തമായ നിയമമാണ് മയക്കുമരുന്നിനെതിരുള്ളത്. പക്ഷേ അതിനകത്ത് ആളുകളെ ശിക്ഷിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് റെസ്പെക്റ്റബിൾ ഇൻഹാബിറ്റൻസ്, അതായത് സമൂഹത്തിൽ ജീവിക്കുന്ന നല്ലവരായ ആളുകൾ കോടതിയിൽ വന്ന് എന്ത് പറയണം? സാക്ഷി പറയണം. നല്ലവരായ ആളുകൾ എന്ന് പറയുമ്പോൾ പൊതുവെ നല്ല റെപ്യൂട്ടേഷൻ ഉള്ളവരും പൊതുവെ കേസിലോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലൊക്കെ പെടാത്തവരുമായിട്ടുള്ള നല്ല ആളുകളാണ്. അപ്പം നല്ല ആളുകൾ തുടർച്ചയായി പോലീസിനെ സഹായിക്കുന്നൊരു പ്രവണതയും, അതുകൊണ്ട് പോലീസ് കൂടുതൽ അലർട്ടും ആകുമ്പോൾ കോടതികളിലൊക്കെ നല്ല വിചാരണ വരും. അത്തരം വിചാരണകൾ വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊരു വലിയ കുറ്റത്തിന് മയക്കുമരുന്നിന് ആളെ പിടിക്കുകയാണെങ്കിൽ അയാളുടെ ശിക്ഷ ഡെത്ത് പെനാൽറ്റി, തൂക്കിക്കൊല്ലലായിരിക്കും. അപ്പോൾ വളരെ ശക്തമായ നിയമമാണ്. അതിൻ്റെ കാഠിന്യം അറിയാതെയാണ് ഇപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുന്നത്, കൈവശം വെക്കുന്നത്. എല്ലാവരുടെയും വിചാരം ഇപ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ ഒരുപാട് പേരിപ്പം കേസുപ്പെട്ടവരൊക്കെ വീണ്ടും വീണ്ടും ജയിലിൽ പോകുന്നു, വീണ്ടും ഇറങ്ങുന്നു. അതെന്തുകൊണ്ടാ? നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ അതാണ്. മതിയായ ജാമ്യക്കാരനെ നമുക്ക് കേസിൽ ജാമ്യം ഇറങ്ങാം. അതിനർത്ഥം കേസ് തീരുന്നില്ല, കേസ് വീണ്ടും എന്ത് ചെയ്യും? പിടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു വലിയൊരു വിപത്തിലേക്കാണ് അറിഞ്ഞോ അറിയാതെ നമ്മൾ പോകുന്നത്. പക്ഷെ എപ്പോൾ ഇത് വിപത്താണ്, ഇപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുന്നു അല്ലെങ്കിൽ മോൻ്റെ ഒരു ഈ ഒരു ചോദ്യം കേട്ടിട്ട് ഇതിൽ നിന്നും പിന്തിരിയാനുള്ള അവസരപ്പുണ്ട്. അതല്ല ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പാണെന്നും പറഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാനും വിൽക്കാനുമാണ് നടക്കുന്നതെങ്കിൽ അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ജയിലിനുള്ളിലാവും. നല്ലവരായ സാക്ഷികൾ ബഹുമാനപ്പെട്ട കോടതിയിൽ പോയി മൊഴി പറയുന്ന പക്ഷം അവർക്കൊക്കെ കടുത്ത ശിക്ഷ കിട്ടും. അവരെല്ലാം സമൂഹത്തിൽ ഒറ്റപ്പെടും, അവരുടെ ജീവിതം പോവും, അവരെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ബന്ധുക്കാർക്ക് വൻ നഷ്ടങ്ങളായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വ്യക്തി തകരുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ കാണും. അപ്പോൾ മയക്കുമരുന്ന് ഉപയോഗമില്ലാത്ത, ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രം മരുന്ന് കഴിക്കുന്ന ഒരു പുതിയ സമൂഹം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? മാക്സിമം ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. ഈ അറിവുള്ളവർ കാര്യത്തിൽ ഇപ്പോൾ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മയക്കുമരുന്ന് നമ്മളെ തല തൊട്ട് കാല് വരെ ഏത് അവയവത്തിനെ എങ്ങനെ ബാധിക്കുന്നു, എത്ര ദിവസം കൊണ്ട് ഓരോ അവയവങ്ങൾ നശിക്കണം എന്നുള്ള ഡോക്ടേഴ്സ് പറയും. പിന്നെ
പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കേസ് പറയും, സമൂഹത്തിനോട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയും, വീട്ടിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കഠിനമായ യാഥാർത്ഥ്യം പറയും. അതുപോലെ പിന്നെ നമ്മുടെ ഈ ആളുകളൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആളുകളുടെ പേര് ഞാൻ പറഞ്ഞില്ലേ, അത്തരം ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള അവർ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വേറൊരാളെ ഇതിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ ബാക്കിയില്ല. ഇത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണെന്ത്, മയക്കുമരുന്ന് ഉപയോഗം. അതുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗം പൂർണ്ണമായിട്ട് സമൂഹത്തിൽ നിന്ന് പോകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിർത്തണം. നിർത്തുന്നതോടൊപ്പം തന്നെ അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. അത് നമുക്ക് നടത്തമാവാം, ഓട്ടമാവാം, അല്ലെങ്കിൽ സ്വിമ്മിങ് ആവാം, അപ്പോൾ അല്ലെങ്കിൽ ജിമ്മിന് പോകുന്നതാവാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നതാവാം, അല്ലെങ്കിൽ നല്ല കരാട്ടെ പഠിക്കുന്നതാവാം. അപ്പോൾ എന്തെങ്കിലും നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സ്പോർട്സ് ആണെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് ശരീരം നമ്മൾ നാശാവാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ മയക്കുമരുന്ന് ഉപയോഗം നിർത്തും. അതുപോലെ എല്ലാ സാമൂഹികമായ കടമകളും നമ്മൾ നിർവഹിക്കണം. സമൂഹത്തിൽ എന്തുണ്ടായാലും, ഒരു മരണം നടന്നു, ഒരു ജനനം നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവങ്ങളുണ്ടായി, പള്ളി പരിപാടി ഉണ്ടായി, ഇങ്ങനെ ആളുകൾ കൂടുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പോകണം. പൊതുവെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ നോക്കിയാൽ മതി, അവർ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ അവരെന്തുണ്ടാവില്ല, ഒരു മരിച്ചോടത്ത് പോവില്ല, ഒരു ജനിച്ചോടത്ത് പോവില്ല, ഉത്സവം വന്നാൽ പോവില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെയാണ് മയക്കുമരുന്ന് എന്ത് ചെയ്യുന്നത്? പിടികൂടും. അതുപോലെ നല്ല സാമൂഹിക ഉത്തരവാദിത്തം വേണം. നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാരും. അതുകൊണ്ട് സമൂഹത്തിന് ദോഷമായി വരുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എല്ലാവരും എന്ത് ചെയ്യണം? പിന്നെ ഇതൊരു, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമായും കൊണ്ട് കാണണം. അപ്പോൾ മനോരോഗികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ആ രീതിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് ഭേദമാക്കിയെടുക്കാവുന്ന രോഗമാണെന്ത്? മയക്കുമരുന്ന് ഉപയോഗം. പക്ഷേ അത് എത്രയും പെട്ടെന്ന് ഇത് പിന്മാറണം. അതുപോലെ തന്നെ തീരെ ഉപയോഗിക്കാത്തവർ മോൻ്റെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഈ സാധനം ഒരു തവണ പോലും ആരും എന്ത് ചെയ്യരുത്? പരീക്ഷിക്കാൻ നിൽക്കരുത്. അങ്ങനെ നിർബന്ധിച്ച് ആരെങ്കിലും നമ്മളെ അങ്ങനെയൊരു കേസൊക്കെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. വളരെ സത്യസന്ധമായി ജീവിക്കുന്നവരെയൊക്കെ ട്രാപ്പ് ചെയ്ത് നിർബന്ധിച്ച് ലഹരി മരുന്ന് കഴിപ്പിക്കും. അപ്പോൾ അത് ഒറ്റ തവണ കഴിക്കുള്ളൂ. അതോടുകൂടി ആ വ്യക്തി പോലീസ് സ്റ്റേഷൻ വന്ന് പരാതി പറയണം. അതോടുകൂടി ആ വ്യക്തി നല്ല ആളാണെന്ന് എല്ലാവരും മനസ്സിലാക്കും, അല്ലേ? അപ്പോൾ എതിർക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അത് നമ്മൾ വിജയിക്കണം. അല്ലാതെ ഞാൻ കുറേ എതിർത്തു, എൻ്റെ ഫ്രണ്ട്സൊക്കെ പാടെ കൂടി എന്നെ കുഴിയിൽപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവിയിൽ കുറേ പേരിപ്പം ടി വിയിലൊക്കെ ഒന്ന് പറയുന്നുണ്ട്. ഇതിലെന്താ അർത്ഥമുള്ളത്? ഓരോ പിന്നെ കുഴിയും ചതിക്കുഴിയാണ് ലഹരിയുടെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുഴികളിൽ വീഴാതെ നടക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അത് നമുക്കെല്ലാവർക്കും ഈ മോൻ്റെ ഈ പരിപാടിയോട് കൂടിയിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബോഡിക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡി മയങ്ങുകയാണ്. സ്വാഭാവികമായി ചിന്തിച്ചിരിക്കേണ്ട ശരീരവും മനസ്സൊക്കെ മയങ്ങും. അപ്പം നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലെ പിന്നെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അതധികം അക്രമ സ്വഭാവമായിരിക്കും. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കും. ചിലപ്പോൾ കൊലപാതകത്തിലാണ് കലാശിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ ഉപബോധ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വാഹനം എടുത്ത് പോകണം തോന്നും. വാഹനത്തിൻ്റെ സ്പീഡ് അറിയില്ല, അപ്പോൾ വാഹനം അപകടം ഉണ്ടാവും. സ്വയം മരിക്കാം, അല്ലെങ്കിൽ വേറെയുള്ളവരെ പരിക്കേൽപ്പിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി സ്വബോധത്തോടു കൂടിയല്ല, ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർ കൈക്കൂലി മേടിക്കും. അപ്പോൾ അവരെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്ത് അവരുടെ ജീവിതം പോകും. അങ്ങനെ പിന്നെ ഏതൊക്കെ രീതിയിൽ ഒരു വ്യക്തിയെ ദോഷകരമായി ബാധിക്കാം, ആ രീതിയിലൊക്കെ തന്നെ മയക്കുമരുന്ന് ബാധിക്കും. അവസാനം നമ്മൾ രോഗിയാവും, നമ്മുടെ അവയവങ്ങളൊക്കെ നശിച്ചു പോകും. അങ്ങനെ മരണം ഉറപ്പായ ഒരു ഉപയോഗമാണെന്ത്? മരണം ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തുടക്കം ആയാലും വേണ്ടില്ല, പിന്നീടായാലും വേണ്ടില്ല, എല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കും. ഇപ്പോൾ ഭൂമിയിൽ ഒരു പക്ഷേ വേറെ ഒരു ജന്തുക്കളും മനുഷ്യനെ വെച്ച് വേറൊരാളും മരിക്കാൻ വേണ്ടി മരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് പറയാൻ പറ്റില്ല. മരിക്കാൻ വേണ്ടി നിശ്ചിത അളവിലല്ലാതെ മരുന്നായ മയക്കുമരുന്ന് ഉപയോഗിച്ച് മരണം ഉറപ്പാക്കുന്ന ഒരേ ഒരു ജീവി ഭൂമിയിലിപ്പോൾ മനുഷ്യനായിരിക്കും. അപ്പം നല്ലൊരു പവിത്രമായ മനുഷ്യജന്മം, ഒരുപാട് കഥകൾ എഴുതി, പാട്ടെഴുതി, ചിത്രം വരച്ച്, പിന്നെ സിനിമയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നല്ലപോലെ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥന്മാരായി
അല്ലെങ്കിൽ നല്ല കൃഷിയൊക്കെ ചെയ്ത് നല്ല പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കേണ്ട നമ്മൾ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിട്ട് വെറുതെ നമ്മുടെ ജീവിതം നശിപ്പിക്കുക. അതുകൊണ്ട് ജീവിതം ആകെ ഒന്നേ ഉള്ളൂ, അത് നമ്മൾ മയക്കുമരുന്ന് അല്ലാത്ത നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് നമ്മൾ സന്തോഷം കണ്ടെത്തണം. ആദ്യം സന്തോഷം കണ്ടെത്താനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതെന്നാണ് അത്തരം വ്യക്തികൾ പറയുക. ഇന്നലെ തന്നെ കൊണ്ടുപോയ ആളെ അബ്ബാസ്ഖാനോട് പറയുന്നുണ്ട്, ഇപ്പോൾ അതിൽ യാതൊരു സുഖവുമില്ല, ഇപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ മാത്രമാണ്. അതുകൊണ്ട് അത് ഉപയോഗിച്ച ആൾ ബാക്കിയുള്ളവരോട് നന്നായി ജീവിക്കണമെന്ന് പറയാം. അതിലെന്താ അർത്ഥമുള്ളത്? അയാൾക്ക് ഇനി സമയമുണ്ട് മാറാൻ, അല്ലേ? അങ്ങനെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതല്ല അതിൽ കാണുന്നത്. നമ്മൾ സ്വയം മോഡലായിട്ട് ബാക്കിയുള്ളവർ നമ്മളെ അനുകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരണം. അതൊരു വ്യക്തി നശിച്ചിട്ട് അയാൾ അവസാന കാലത്ത് മക്കളെ മയക്കുമരുന്ന് ആരും ഉപയോഗിക്കരുത് കൊണ്ട് ഇപ്പം എന്താ കാര്യം? അതല്ല, ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നാട്ടുകാരുടെ സഹായത്താൽ ഒഴിവ് കിട്ടുമ്പോൾ പോയി വൃത്തിയാക്കി നല്ല സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ഉപയോഗം കുറവായിരിക്കും. അപ്പോൾ അന്തരീക്ഷം നന്നാക്കി എടുക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകൂ. സാഹചര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യരുത്. അരണ്ട വെളിച്ചം, വൃത്തികെട്ട സ്ഥലങ്ങൾ, അത്തരം ചീഞ്ഞു നാറുന്ന പരിസരങ്ങൾ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നല്ലവരായ ആളുകൾ ആ പരിസരം വിട്ടുപോകും. അപ്പോൾ ആ പരിസരങ്ങൾ ആര് വരും? ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ വരും. അപ്പോൾ അങ്ങനെ ഒരു തുണ്ട് ഭൂമി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാൻ പാടില്ല. അപ്പോൾ പിന്നെ അവരവിടെ പോയി മയക്കുമരുന്ന് ഉപയോഗിക്കും. പിന്നെ അവർ ശൂന്യാകാശത്ത് പോകേണ്ടി വരും. ശൂന്യാകാശത്ത് പോയി മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ചിലവ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഭൂമിയിൽ അവർക്ക് അവസരം പോലീസും കൊടുക്കരുത്, നാട്ടുകാരും കൊടുക്കരുത്. വളർന്നു വരുന്ന ഒരു തലമുറയും സൗകര്യം ചെയ്ത് കൊടുക്കും. അതുപോലെ വളർന്നു വരുന്ന ഒരു തലമുറയും ലഹരി ഉപയോഗിക്കാൻ പോവുകയും ചെയ്യും. പകരം നമ്മളുടെ ലഹരി എന്താവണം? നല്ല പാട്ട് പാടലോ, നല്ല ഡാൻസ് കളിക്കലോ, അല്ലെങ്കിൽ കവിത എഴുതലോ, അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കലോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അസുഖം വന്നവരൊക്കെ നമ്മൾ പോയി കാണാറുണ്ടോ? കുറച്ച് കുറവാണ് ഇപ്പോൾ പ്രവണത. അതിന് പകരം നമ്മൾ സ്വാഭാവികമായ അസുഖം വന്നവരൊക്കെ പോയി കാണും. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞുതരും, മക്കളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് വേണ്ടാത്ത കാര്യത്തിനൊന്നും പോകരുത്. അപ്പോൾ അങ്ങനത്തെ ഡ്രില്ലുകളൊക്കെ നമ്മൾ ചെയ്യുക. ചെറുപ്പത്തിലെ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ എന്തൊക്കെ മാർഗങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ് അതൊക്കെ നമ്മൾ ചെയ്യുക. നല്ല ചെടികൾ വളർത്തുക. ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട് നല്ല നല്ല ചെടികളും വൃക്ഷത്തൈകളൊക്കെ നട്ടിട്ട് അതിന് ഓരോ പേര് വിളിക്കുക. ഒരു വൈകുന്നേരം അതിന് വെള്ളമൊക്കെ ഒഴിച്ച് എന്നോട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുക. എല്ലാവരും ലഹരിക്ക് അടിമപ്പെടാനുള്ള കാരണം എന്താ? എൻ്റർടൈൻമെൻ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ബോറടിക്കുക ജീവിതം. ഇപ്പോൾ ജീവിതം ബോറടിക്കുമ്പോൾ എല്ലാവരും എന്തിലേക്ക് പോകും? ജീവിതം എങ്ങനെയാണ് ബോറടിക്കുക? നമുക്ക് ഭാവിയിലേക്ക് വേണ്ട ചെടികളും വൃക്ഷങ്ങളൊക്കെ നടാൻ വേണ്ടിയിട്ടല്ലേ സുഗതകുമാരിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ പണ്ട് കവിത ഒക്കെ എഴുതുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഒരു തൈ നടാം, ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, അല്ലേ? അപ്പം അങ്ങനെ ആ പിന്നെ ചെടികളൊക്കെ നട്ട് കിളികളൊക്കെ അത് കഴിച്ചു പോകുന്ന ഒരു നാളായിരുന്നു നമ്മളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും മയക്കുമരുന്നിൻ്റെ പിന്നാലെ ഓടുക. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് പേര്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ ലഹരി ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. മയക്കുമരുന്ന് എന്ന ലഹരിയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റണം. നിങ്ങളെ ബുഹാൻ